റബ്ബർ വിലയിടിവ് തുടരുന്ന സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ചെറുകിട റബ്ബർ കച്ചവടക്കാർ വ്യാപാരം അവസാനിപ്പിച്ചു. റബ്ബർ സഹകരണ സംഘങ്ങളിൽ റബ്ബർ ഷീറ്റുകൾ കെട്ടിക്കിടക്കുകയാണ്. പരിമിതമായ അളവിൽ പോലും റബ്ബർ വിൽക്കാൻ സാധിക്കാതെ ഉപജീവനം തന്നെ അസാധ്യമാകുന്ന നിലയിലേക്കാണ് റബ്ബർ കർഷകർ ഇതോടെ എത്തിപ്പെടുക. പൊന്നും വിലയുണ്ടായിരുന്ന റബ്ബറിന് ഇന്ന് പുല്ലുവില പോലുമില്ല. വിലയിടിവിന്റെ പരിണതഫലമാണ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികളിൽ കെട്ടിക്കിടക്കുന്ന ഈ റബ്ബർ ഷീറ്റുകൾ. വാങ്ങാൻ ആളില്ലാത്തതും അനുദിനം വില കുറയുന്നതും നിമിത്തം സംഭരിക്കുന്ന റബ്ബർ വിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. വിറ്റാൽ തന്നെ നഷ്ടം ഉറപ്പാണ്. ഇതോടെ കർഷകരിൽ നിന്ന് റബ്ബർ സംഭരിക്കുന്നത് നിർത്തേണ്ട അവസ്ഥയിലാണിവർ. 100 രൂപയ്ക്ക് റബ്ബർ മേടിച്ച് അത് ബണ്ടിൽ ചെയ്ത് ഇത് വിറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 7 ദിവസത്തോളം എടുക്കും. ആ 7 ദിവസം എന്ന് പറഞ്ഞാൽ നോർമൽ കേസിൽ. ഇനിയിപ്പോൾ ടയർ കമ്പനികളോ മറ്റ് കമ്പനികളോ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീടും വരും. ആ 7 ദിവസം കൊണ്ട് പലപ്പോഴും എന്താണെന്ന് ചോദിച്ചാൽ 2, 3, 4, 5 രൂപ താഴോട്ട് പോവുകയാണ്. സൊസൈറ്റികൾക്ക് റബ്ബർ നൽകിയിരുന്ന ആയിരക്കണക്കിന് ചെറുകിട കച്ചവടക്കാർ വിലയിടിവിനെ തുടർന്ന് കച്ചവടം അവസാനിപ്പിച്ചു കഴിഞ്ഞു. തൊടുപുഴ താലൂക്കിൽ മാത്രം 100-ലേറെ കച്ചവടക്കാരാണ് രംഗം വിട്ടത്. 100 കണക്കിന് കൃഷിക്കാർ ഇത് നിർത്തി സാമ്പത്തിക ബാധ്യതയായിട്ടുണ്ട്. പല റബ്ബർ കച്ചവടക്കാരുടെയും സ്ഥലം ബാങ്കുകൾ ജപ്തി ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിസന്ധി ഇനിയും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കർഷകർക്ക് റബ്ബർ വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും. നിലവിൽ ചെറിയ അളവിൽ റബ്ബർ വിറ്റ് നിത്യവൃത്തി തേടുന്ന കർഷകർക്ക് ഇതോടെ ഉപജീവനം പോലും അസാധ്യമാകും. ഗുരുതരമായ പ്രത്യാഘാതങ്ങളാകും ഇതോടെ കേരളത്തിലുണ്ടാവുക. കെട്ടിക്കിടക്കുന്ന റബ്ബർ വിറ്റഴിക്കാനുള്ള ഒരു സഹായമാണ് റബ്ബർ കച്ചവടക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്. ഇവരെ സംരക്ഷിക്കാൻ സർക്കാർ രംഗത്ത് വന്നേ മതിയാകൂ. ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.